Hi students, welcome to Compass International. അപ്പോൾ 2026-ൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളവർക്കാണ് ഈ വീഡിയോ. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് കോഴ്സ് ആദ്യം എടുക്കുമ്പോഴും നമുക്ക് ആ എടുക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ചോ കൺട്രീനെ കുറിച്ചോ ഒരു വ്യക്തമായിട്ടൊരു ഐഡിയ വേണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടൊരു റിസർച്ച് ചെയ്യണം. കോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് 1-2 ടിപ്സ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. നമ്മൾ ആദ്യം ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യണതിന് മുമ്പ്, അതും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ കൺട്രിയോ സജസ്റ്റ് ചെയ്യണതിന് മുമ്പ് ആദ്യം നിങ്ങളൊരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് നിങ്ങൾ തയ്യാറാക്കണം. വൈ? ബിക്കോസ് നമ്മൾ എന്തായാലും പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യനെക്കാട്ടിലും ഒരുപടി കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ് ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ സേവിങ്സ് ഉണ്ടാവും, അതും അല്ലെങ്കിൽ ലോൺ എടുക്കാനായിരിക്കും. അപ്പോൾ ലോൺ എടുക്കാനാണെങ്കിൽ നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ മാക്സിമം ബഡ്ജറ്റ്, ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. പിന്നെ സെക്കൻഡ്, നിങ്ങൾ എപ്പോഴത്തേക്കിനാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ 2026-ൽ, അതായത് നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുന്ന ടൈമിൽ പോകാൻ ആഗ്രഹിക്കും. ചില കുട്ടികൾ കുറച്ചും കൂടി ഒരു പ്ലാനിങ് ചെയ്തിട്ടായിരിക്കും പോകാൻ, മേ ബി 2027-ലേക്കൊക്കെ ആയിരിക്കും. സോ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടൊരു ഐഡിയ വേണം, എപ്പോഴത്തേക്കിനാണ് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കോഴ്സും നിങ്ങൾ പഠിക്കാൻ പോകുന്ന രാജ്യവും, ഇത്രയും 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടൊരു ധാരണ എടുത്തിട്ട് വേണം നമ്മൾ ഏത് കോഴ്സിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ഇതെന്ന് പറയുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ഈ ടോപ്പ് 5 സ്റ്റഡി അബ്രോഡിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് ടോപ്പ് 5 കോഴ്സ് 2026-ൽ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ടോപ്പ് 5, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള 5 കോഴ്സിനെ കുറിച്ചിട്ടും കൂടെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിമാൻഡീവ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ തന്നെയാണ്, അതും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ്. ഇപ്പോൾ ഹെൽത്ത് കെയർ എന്ന് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് MBBS വരുന്നുണ്ട്, അതേപോലെ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സസ് ലൈക്ക് നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അങ്ങനത്തെ ഡെൻറ്റിസ്ട്രി കുറച്ച് പ്രോഗ്രാംസ് വരുന്നുണ്ട്. സോ MBBS നോക്കുമ്പോഴത്തേക്കിനും ഇപ്പം നമുക്കറിയാം പല റൂൾസ് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പല 90% ഓഫ് സ്റ്റുഡൻസും പുറത്തേക്ക് പോകുന്നത് MBBS പഠിച്ചിട്ട് തിരിച്ചു വരാൻ തന്നെയാണ്. സോ MBBS പുറത്തേക്ക് നോക്കുന്ന കുട്ടികൾ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്യുന്നുണ്ടോ. നീറ്റ് ക്രാക്ക് ചെയ്യുന്ന സ്റ്റഡി അബ്രോഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നീറ്റ് എലിജിബിലിറ്റി മതി, അതായത് പാസ് മാർക്ക് മതി, വലിയൊരു ഹൈ സ്കോറിലേക്കൊന്നും പോകണമെന്നില്ല. സോ നീറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. പിന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കൺട്രി, ഫോർ എക്സാമ്പിൾ ഇപ്പം മിക്ക കൺട്രീസിലെ MBBS എന്ന് പറയുന്നത് 6 years ആണ്, 5 years സ്റ്റഡീസ് വിത്ത് 1 year ഓഫ് ഹൗസ് സർജൻസി. സോ ഇത് പഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യയിലാണ് വരാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാണ്. അപ്പം പല യൂണിവേഴ്സിറ്റീസും അബ്രോഡിൽ നമ്മൾ 5 years MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് എക്സാം, സ്ക്രീനിങ് എക്സാമിൻ്റെ പേരാണ് നെക്സ്റ്റ് എക്സാം, ഈ നെക്സ്റ്റ് എക്സാം പാസ് ആവാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി WHO, അതേപോലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലോ കൺട്രീസോ സെലക്ട് ചെയ്യുക. ഫേമസ് ആയിട്ട് നിൽക്കുന്ന 1-2 കൺട്രീസാണ് ഇപ്പോൾ ജോർജിയ, അതേപോലെ യൂറോപ്യൻ കൺട്രീസിൽ MBBS ഉണ്ട്, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ MBBS വളരെ മികച്ച രീതിയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 80% ഓഫ് സ്റ്റുഡൻസും തിരിച്ചു വന്നിട്ട് FMCG അല്ലെങ്കിൽ ഇപ്പോഴത്തെ നെക്സ്റ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടൊരു ധാരണ വേണം. പിന്നെ ഹെൽത്ത് കെയറിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് വരുന്നത്, നമ്മുടെ നഴ്സിംഗ്. പ്രത്യേകിച്ചും നമ്മളെ കേരളത്തിലെ സ്റ്റുഡൻസ് ഒരു മെഡിക്കൽ ഫീൽഡ് MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ആൻഡ് ഫോർമോസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് നഴ്സിംഗ് തന്നെയാണ്. അപ്പോൾ പുറത്ത് മിക്ക കൺട്രീസിലേക്കും ഈ നഴ്സിംഗ് എന്നുള്ളത് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റാണ്. പക്ഷേ നിലവിലത്തെ പല കൺട്രീസിലെയും സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ, അതായത് കൺട്രീസിലേക്കുള്ള ഫോറിൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചേക്കാണ്. അപ്പം നഴ്സിംഗ് സ്റ്റഡീസ് നോക്കുന്നവർ അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയോ കൺട്രിയിലേക്ക് പോകാം. കാരണം 3 years അല്ലെങ്കിൽ 4 years കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കുന്നത് ആ കൺട്രിയിലേക്ക് രജിസ്റ്റർ നഴ്സ് ആവാനാണ്. സോ ആ ഒരു സമയത്ത് നഴ്സിംഗ് രജിസ്ട്രേഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൺട്രിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. സോ നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസും ഇതിനെക്കുറിച്ചും ശ്രദ്ധിക്കണം.
പിന്നെ അതേപോലെ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സസാണ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഡെൻറ്റിസ്ട്രി. എല്ലാ മെഡിക്കൽ കോഴ്സസും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസിന് അബ്രോഡിൽ ഏത് കൺട്രിയിൽ പോയാലും അവിടുത്തെ ലൈസൻസും രജിസ്ട്രേഷൻസും മാൻഡേറ്ററി ആണ്. സോ അതായത് കൺട്രീസിലെ അന്നത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പോകാനായിട്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് സ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് UK പോകുന്നുണ്ട്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിലേക്ക് ഇഷ്ടംപോലെ കുട്ടികൾ സ്റ്റിൽ നഴ്സിംഗിന് പോകുന്നുണ്ട്. സോ മാക്സിമം അങ്ങനത്തെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാം. നെക്സ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിമാൻഡിങ് കോഴ്സാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ AI ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നിസ്സാര കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ AI ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഓരോ കാലക്രമേണ അല്ലെങ്കിൽ ഓരോ ടൈമിൽ അതിൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് വേർഷൻസ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് വേർഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിലവിൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ആ ഒരു ഫീൽഡിൽ ഒരു കരിയർ നോക്കുന്ന കുട്ടികളാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞു ഒരു AI ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷനാണ് AI. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ അയർലൻഡാണ്. US അഗെയിൻ ഇറ്റ്സ് സ്റ്റിൽ ഇൻ ഡിമാൻഡ്. പക്ഷേ US നിലവിലുള്ള വിസ റൂൾസും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റിയിലോ ഓപ്ഷൻസിലേക്കോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. തേർഡ് കൺട്രി വരുന്നത് നമ്മുടെ ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയിൽ നിലവിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ വിക്ടോറിയ യൂണിവേഴ്സിറ്റി, അതേപോലെ ഡീക്കൻ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു പ്ലേസ്മെൻറ്റ് AI സെക്ടറിൽ കിട്ടുന്നുണ്ട്. പിന്നെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുമ്പോൾ അഗെയിൻ ജർമ്മനി നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു എഞ്ചിനീയറിംഗ് ഹബ്ബ് തന്നെയാണ്. ഏത് ഇൻഡസ്ട്രി എടുത്താലും അവിടെ ഇപ്പോൾ AI ഇൻറ്റിഗ്രേഷൻ ഉണ്ട്. സോ ജർമ്മനിയിൽ പോകുന്ന കുട്ടികൾക്കും നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സിൽ നിന്ന് കിട്ടും. തേർഡ് കാറ്റഗറിയാണ് എഞ്ചിനീയറിംഗ് കോഴ്സ്. ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ വൈഡാണ്. പല ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇലക്ട്രോണിക്സ് തന്നെയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലെ ചില കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെൻമാർക്ക്, അതേപോലെ സ്വീഡൻ, അതേപോലെ ജർമ്മനി പോലുള്ള ഒരു കൺട്രീസിലേക്കാണ് നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകും. കാരണം അവിടുത്തെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UKയുടെയോ കാനഡയുടെയോ ഒക്കെ ഒരു ടീച്ചിങ് മെത്തഡോളജി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം യൂറോപ്യൻ കൺട്രീസിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് അവരുടെ ക്ലാസ്സുകൾ പോകുന്നത്. സോ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ UK ആയിക്കോട്ടെ അല്ലെങ്കിൽ കാനഡ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് കോഴ്സ് പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക്കൽ അല്ലെങ്കിൽ അങ്ങനെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് കോഴ്സിന് അത്രയും ഫേവറബിൾ അല്ല. 2026 എക്കോണമിക് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി പ്രകാരം നോക്കുമ്പം എഞ്ചിനീയറിംഗിന് ഫേവറബിൾ ആയിട്ടുള്ള നിൽക്കുന്ന കൺട്രീസാണ് സ്വീഡൻ, ഡെൻമാർക്ക് ആൻഡ് ജർമ്മനി. 2026 ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണ്. സോ മിനിമം ഒരു പെർസെൻറ്റേജ് ഒരു 60 എബവ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ ഓപ്ഷൻസ് നോക്കാം. ഫോർത്ത് കാറ്റഗറിയാണ് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തെ അഗെയിൻ അതും കുറച്ച് വൈഡാണ്. കാരണം അതിൻ്റെ അകത്ത് പല കോഴ്സ് ഏരിയാസ്, മൈക്രോ കോഴ്സ് ഏരിയാസ് ആഡ് ഓൺ ആവും. ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു സ്റ്റഡി കോൺസെപ്റ്റാണ് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് കോഴ്സ് എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ബാച്ചിലർ പ്രോഗ്രാം, അത് ഏത് യൂണിവേഴ്സിറ്റിയോ കൺട്രിയോ ആയിക്കോട്ടെ, ഒരു ഇൻറ്റേൺഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സോ കൺട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ ജർമ്മനി. ഫ്രാൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഏത് സ്റ്റുഡൻറ്റ് ഫോറിനിൽ നിന്ന് അവിടെ പഠിക്കാൻ വന്നാലും ലാസ്റ്റ് സെമസ്റ്റർ അവർക്ക് ഇൻറ്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. എന്നാൽ മാത്രമേ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സോ ആ കുട്ടി ആ ഒരു ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ജോബ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും. കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള കോഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ കുറച്ച് കോമ്പറ്റീറ്റീവ് ആണ് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ വൈഡായിട്ട് പഠിക്കാതെ സ്പെസിഫിക് ആയിട്ട് ഒരു കോഴ്സ് ഏരിയയിലേക്ക് നമ്മൾ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, മൈക്രോ ഫിനാൻസ്, അങ്ങനെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ നമുക്ക് UN അങ്ങനെയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കമ്പനീസിലൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണ്. നിലവിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ബിസിനസ് ഏരിയയ്ക്കുള്ളത് ഓഫ് കോഴ്സ് ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ പോലുള്ളൊരു കൺട്രീസ് തിരഞ്ഞെടുക്കാവുന്നതാണ്.
Last and most important, tourism and hospitality. So students, tourism and hospitality നോക്കുന്ന സ്റ്റുഡൻസ് അതിലൊരു പാഷൻ ഉണ്ടായിരിക്കണം. കാരണം ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ട്രാവലിംഗ് ആയിട്ട് കുറച്ചും കൂടെ ഒരു ഫോറിനേഴ്സായിട്ട് ഇൻട്രാക്ട് വരുന്ന ഒരു ഫീൽഡാണ്. നോർമലി ടൂറിസത്തിൻ്റെ ഒരു സ്കോപ്പ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഷെങ്കൻ ഏരിയ തന്നെയാണ്. കാരണം ഷെങ്കൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത് തന്നെ ടൂറിസം ആ കൺട്രീസിൽ മൊത്തം യൂറോപ്യൻ 29 കൺട്രീസ് ഉണ്ട് ഷെങ്കനിൽ. സോ ആ ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു ഷെങ്കൻ കോൺസെപ്റ്റിലേക്ക് വന്നത്. സോ ടൂറിസം തിരഞ്ഞെടുക്കുന്നവർ ബേസിക്കലി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ഏരിയനെ കുറിച്ചൊരു പാഷൻ വേണം. കാരണം ഹോസ്പിറ്റാലിറ്റിയുടെ മറ്റുള്ളൊരു ഏരിയ ആണ് കൾണറി എന്ന് പറയുന്നത്. സോ കൾണറി അല്ലെങ്കിൽ ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു പാഷൻ വേണം, നമുക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് കാര്യമുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമ്മുടെ യൂറോപ്യൻ കൺട്രി തന്നെയാണ്. ഈ യൂറോപ്പിലെ ചില കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ഇറ്റാലി പോലുള്ള കൺട്രിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ 6 months സ്റ്റഡി വിത്ത് 6 month പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് തരുന്ന ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ട്. സോ ഇതിൽ ആപ്ലിക്കേഷൻസ് സെപ്റ്റംബർ 2026 ഓപ്പൺ ആണ്. ഓഫ് കോഴ്സ് എല്ലാ കൺട്രീസിലേക്കും അതിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട് ടൂറിസം എന്ന് പറയും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡും അതേപോലെ ഓപ്പർച്യൂണിറ്റീസും ഉള്ളത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ തന്നെയാണ്. യൂറോപ്യൻ കൺട്രീസിൽ വരുമ്പോഴത്തേക്കിന് സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റാലി പോലുള്ള കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സോ സ്റ്റുഡൻസ്, സെപ്റ്റംബർ 2026 ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസും കോഴ്സും എല്ലാം ഓപ്പൺ ആണ്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം 2025 +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാം. ഇനി അതുമല്ല, ഈ വരുന്ന മാർച്ചിൽ ആണ് നിങ്ങളുടെ എക്സാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊല്ലം അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സോ ഇതിൽ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അതേപോലെ ലോണിന് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ലോൺ പ്രോസസ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ 1 month 2 month എടുക്കും. സെപ്റ്റംബർ 26 ഇൻടേക്കിലേക്ക് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിൻ്റെയും ഡെഡ് ലൈൻ ഒരു ഏപ്രിലോടെയാണ്. സോ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിസയിലേക്ക് പോകണം. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമ്പസ് ഇൻ്റർനാഷണൽ കോൺടാക്ട് ചെയ്യും.